നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ഒക്ടോബർ 23-ാം തീയതി ലണ്ടനിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെ ഗ്രേസിലുള്ള വാട്ടർ ഗ്ലേഡ് ഇൻഡസ്ട്രിയൽ പാർക്കിനടുത്ത് നിർത്തിയിട്ടിരുന്ന ട്രക്കിൽ നിന്ന് 39 മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത എല്ലാവരെയും ഏറെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ഈ മൃതദേഹങ്ങൾ എത്തിച്ചതിന്റെ പേരിൽ വലിയ തുകയാണ് അധികൃതർക്ക് നൽകേണ്ടി വരിക എന്നുള്ളതാണ് ആ വാർത്ത. സർക്കാർ മുന്നോട്ട് വെച്ചത് 2 സാധ്യതകളായിരുന്നു. ചിതാഭസ്മമായി തിരികെ മൃതദേഹങ്ങൾ എത്തിക്കണമെങ്കിൽ ഏകദേശം 1.25 ലക്ഷം രൂപ നൽകുക. അതല്ല, മൃതദേഹം ശവപ്പെട്ടിയിൽ വളരെ ഭദ്രമായി എത്തിക്കണമെങ്കിൽ 2 ലക്ഷം രൂപ നൽകുക. സർക്കാരിന്റെ ഈ തീരുമാനം മൂലം പ്രിയപ്പെട്ടവരുടെ മുഖം അവസാനമായി ഒന്ന് കാണാൻ വീണ്ടും വലിയ തുക മുടക്കേണ്ട അവസ്ഥയാണ് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മറ്റും വന്നു ചേർന്നിരിക്കുന്നത്. എന്തായാലും ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ബ്രിട്ടനിൽ ശീതീകരിച്ച ട്രക്കിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ എല്ലാവരും വിയറ്റ്നാം സ്വദേശികളാണെന്ന് ഏകദേശം സ്ഥിരീകരിക്കുകയുണ്ടായി. ഇവരിൽ 16 പേരുടെ മൃതദേഹങ്ങൾ ബുധനാഴ്ച രാവിലെ വിയറ്റ്നാമിൽ എത്തിക്കുകയും ചെയ്തു. പരമ്പരാഗത രീതിയിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു ഭൂരിഭാഗം പേരും. അതിനാൽ തന്നെ ചിതാഭസ്മം വേണ്ട എന്നാണ് ഇവർ പറഞ്ഞത്. എന്നാൽ വിയറ്റ്നാം സർക്കാർ നിർദ്ദേശിച്ചത് ചിതാഭസ്മമായി കൊണ്ടുവരാൻ തന്നെയായിരുന്നു. ഈ സർക്കാരിന്റെ നടപടി ബന്ധുക്കൾക്കിടയിൽ വലിയൊരു അമർഷത്തിന് ഇടയാക്കുകയും ചെയ്തു. തുടർന്ന് ആദ്യഘട്ടത്തിൽ സർക്കാർ പണം നൽകാമെന്ന് ഏൽക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് ഇത് പിന്നീട് തിരിച്ചടക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ബ്രിട്ടനിലേക്ക് കടക്കുവാൻ മക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം വേണ്ടി ഇതിനോടകം തന്നെ വലിയ രൂപ കടം വാങ്ങിയ കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ടവരുടെ മുഖം അവസാനമായി ഒന്നുകൂടി കാണുവാനും വീണ്ടും വലിയൊരു തുക മുടക്കേണ്ട അവസ്ഥ വന്നെത്തുകയും ചെയ്തു. ഈ കടം എങ്ങനെ തിരിച്ചടക്കണമെന്ന് പോലും പലർക്കും ഇപ്പോൾ അറിയത്തുമില്ല. 15-നും 44-നും ഇടയിൽ പ്രായമുള്ളവരാണ് മരിച്ചവരെല്ലാവരും. മരിച്ചവരിൽ 31 പുരുഷന്മാരും 8 വനിതകളുമാണ് ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ചൈന സ്വദേശികളാണെന്ന് കരുതിയെങ്കിലും പിന്നീടാണ് വിയറ്റ്നാമിലുള്ള ആൾക്കാരാണ് ഇവർ എന്നും മനസ്സിലായത്. കണ്ടെയ്നറിൽ തണുത്ത് മരവിച്ചായിരുന്നു എല്ലാവരുടെയും മരണം. മനുഷ്യക്കടത്ത് കേസിൽ നിലവിൽ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഐറിഷും ബ്രിട്ടീഷ് പോലീസുമാണ് സംയുക്തമായി അന്വേഷണം നടത്തി വരുന്നത്. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനത്തിലാണ് 19 വിമാനങ്ങളും ലണ്ടനിൽ നിന്ന് ഹാനോയിലെ റോയ് ബായ് വിമാനത്താവളത്തിൽ എത്തിച്ചത്. ഇവിടെ കാത്തുനിന്ന ആംബുലൻസുകളിലേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടുകൂടി മൃതദേഹങ്ങൾ മാറ്റുകയും ചെയ്തു. മധ്യ വിയറ്റ്നാമിലെ 3 പ്രാവിശ്യകളിൽ നിന്നുള്ളവരാണ് 16 പേരും. ആഴ്ചകളായി മൃതദേഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ഈ ബന്ധുക്കൾ. അപകടത്തിൽ മരിച്ച മറ്റുള്ളവരുടെ ബന്ധുക്കളും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. മറ്റു മൃതദേഹങ്ങളും വരുന്ന ആളുകളിൽ എത്തിക്കുമെന്ന് വിയറ്റ്നാം വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കൃത്യമായ ദിവസം ഇതുവരെ പറയാത്തത് ബന്ധുക്കളെ ഏറെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. അതേസമയം മൃതദേഹം വിയറ്റ്നാമിൽ എത്തിക്കുവാൻ മറ്റൊരു തലത്തിൽ സംവിധാനം ഉണ്ടായില്ല എന്നതും ഏറെ വിവാദമായി മാറുകയും ചെയ്തു. എന്തായാലും ഈ സംഭവത്തിൽ നോർത്തേൺ അയർലൻഡുകാരനായ ട്രക്ക് ഡ്രൈവർ പിടിയിലായി കഴിഞ്ഞു. ട്രക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാർഗേറിയയിലാണ്. അതും ഒരു ഐറിഷ് വനിതയുടെ പേരിലുള്ള കമ്പനിയുടെ ഉപയോഗത്തിന് വേണ്ടി. കടത്തിന് ഉപയോഗിച്ച കണ്ടെയ്നർ വന്നതാകട്ടെ ബെൽജിയത്തിൽ നിന്നും. മനുഷ്യക്കടത്തിനെതിരെ ഫ്രാൻസ് കർശന നടപടിയെടുക്കുകയും അവിടുത്തെ കുപ്രസിദ്ധമായ 2 തുറമുഖങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയതോടെയായിരുന്നു ബെൽജിയത്തിലെ സേബ്രാഗ വഴിയുള്ള കടത്ത് ശക്തമായത്. യൂറോപ്പിലെ മനുഷ്യക്കടത്തിന്റെ ഏറ്റവും ഹോട്ട്സ്പോട്ട് എന്ന കുപ്രസിദ്ധമായ തുറമുഖം തന്നെയാണ് സേബ്രാഗെ എന്നറിയപ്പെടുന്ന തുറമുഖം. ട്രക്കിന്റെ ഡ്രൈവറും കണ്ടെയ്നറും അതിനകത്തെ മനുഷ്യന്മാരും തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രക്കിലേക്ക് പിന്നീട് കണ്ടെയ്നർ കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 23-ാം തീയതി അതിരാവിലെയാണ് കണ്ടെയ്നർ ഇവിടെ എത്തിയത്. അവിടെ നിന്ന് ഗ്രേസിലേക്കുള്ള യാത്രക്കിടയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തത്. പുറത്തു നിന്ന് കൂട്ടിയ നിലയിലായിരുന്നു ഈ കണ്ടെയ്നർ എന്നുള്ളതും ഏറെ പരിഭ്രാന്തി വരുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.